ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായി നമ്മൾ നടത്തുന്ന പ്രിപ്പറേഷൻ. നാം ഇന്ന് ചിന്തിക്കുന്നത് അഭിഷേകം കിട്ടാൻ നാം ചെയ്യേണ്ടത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഒരു പുതിയ അഭിഷേകം, പുതിയ പെന്തക്കോസ്ത, അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകാൻ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. ഒരാൾ സൂചിപ്പിച്ച ഒരു കാര്യം അവരുടെ തന്നെ അമ്മയെക്കുറിച്ചാണ്. പലപ്പോഴും ഞാൻ അമ്മയെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്, അമ്മ വരില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടിയുണ്ടല്ലോ, നമുക്ക് തുണി മാറി വണ്ടിയെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ അവിടം വരെ വണ്ടിയെ പോകാമല്ലോ, അവിടെ നിന്ന് ഇറങ്ങി പള്ളിക്കകത്തേക്ക് കയറുന്ന കാര്യമല്ല ഉള്ളോ, കുർബാനയ്ക്ക് പോകാം. അമ്മയ്ക്ക് പല ന്യായീകരണങ്ങളാണ്, എനിക്ക് പലവിധ രോഗങ്ങൾ, എനിക്ക് മേലായികയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടണ്ട. സാധാരണ പ്രായം ചെല്ലുമ്പം പ്രാർത്ഥിക്കാനുള്ള ചിന്ത കൂടുതൽ വരിക. ഇവർ പറയുകയാണ്, എൻ്റെ അമ്മ ഇനി എത്ര നാൾ കൂടി ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയില്ല, പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ച വരത്തില്ല. പലവിധ രോഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ രോഗം മാറാനുള്ള മാർഗം എന്താ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതല്ലേ. അതല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ തീർന്നു കിട്ടാനുള്ള മാർഗം ദൈവത്തോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതിരിക്കാൻ 3 കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പ്രത്യേകം എടുത്തു കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ചിലർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തത്? ഒന്നാമത്തെ കാരണം അറിവില്ലായ്മ. വിളിച്ചപേക്ഷിച്ചാൽ ഉണ്ടാകാവുന്ന നന്മകളെക്കുറിച്ച് അറിയാത്തത്. ബൈബിൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തെല്ലാം സംഭവങ്ങളാണ് ബൈബിളിൽ നമുക്കുള്ളത്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതകരമായ കാര്യങ്ങൾ, ദൈവിക ഇടപെടൽ. ഇനി അതറിയാത്തത് കൊണ്ട് ചിലർ വിളിച്ചപേക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പോലും വിളിച്ചപേക്ഷിക്കത്തില്ല. ഹോസിയ 4:6 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അജ്ഞത മൂലമാണ് ഇന്ന് പലരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, അതാണ് ബോധമില്ലായ്മ. സുബോധമുള്ളവർ വിളിക്കും, സുബോധം ഇല്ലാത്തവരോട് വിളിക്കാൻ പറഞ്ഞാലും അവർ വിളിക്കത്തില്ല. ഇത് വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 14 അതിൻ്റെ 4-ാമത്തെ വചനം, 54-ന്റെ 4-ാമത്തെ വചനം. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് മൂഢൻ ദൈവമില്ലെന്ന് പറയും. അതുപോലെ തന്നെ ബോധമില്ലാത്തവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കത്തില്ല. ഈ ജനത്തിന് ബോധമില്ലേ, എന്തുകൊണ്ടാണ് ഇവരെന്നെ വിളിച്ചപേക്ഷിക്കാത്തത്? അതാണ് 54-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. മൂന്നാമത്തെ കാര്യമാണ് എളിമയില്ലായ്മ. എളിമയുള്ളവർ ഒരാവശ്യം വന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എളിമയുള്ളവർ അവരുടെ കഴിവ് വിട്ടിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അവരുടെ കാര്യം നടത്താനായിട്ട് അവർ പരിശ്രമിക്കും. അഹങ്കാരികളാണെങ്കിൽ വട്ടപൂജ്യമായാലും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നൊരു കാര്യം അതേക്കുറിച്ച് അവർ ചിന്തിച്ചെന്ന് വരില്ല. സങ്കീർത്തനം 34 6-ാമത്തെ വചനം, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. നമ്മൾ എളിമപ്പെട്ട് നിലവിളിച്ചാൽ ദൈവം കേൾക്കും, നമ്മുടെ കാര്യം നടന്നു കിട്ടും എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുകയാണ്. പ്രഭാഷകൻ 35 21-ാമത്തെ വചനം, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അതുകൊണ്ട് അപ്രകാരമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സന്നദ്ധരാകുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ വിളിക്കുന്നവരാണ് ജ്ഞാനികൾ. ദൈവത്തെ വിളിക്കാത്തത് മൂഢതയാണ്. ദൈവത്തെ വിളിക്കുന്നവർ അവർ ജ്ഞാനം സമ്പാദിച്ച വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവർ ദൈവത്തെ വിളിക്കുക. ഇവിടെ ദൈവത്തെ വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ ഒരുപക്ഷെ പരിഹസിച്ചേക്കാം, കളിയാക്കിയേക്കാം, അവർ ചെയ്തോട്ടെ. ദൈവിക ജ്ഞാനത്തിൻ്റെ ഒരു സൂചനയാണ് നാം ദൈവത്തെ വിളിക്കുന്നത്. സങ്കീർത്തനം 72 12-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചവരെ ദൈവം മോചിപ്പിച്ചു. സങ്കീർത്തനം 50:15 അവിടെ പറഞ്ഞിരിക്കുന്നത്, അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ സഹായിക്കും. ലൂക്കാ 18:7 വായിച്ചാൽ, രാവും പകലും എന്നെ വിളിച്ച് കരയുന്നവരുടെ കാര്യം ഞാൻ നടത്തി കൊടുക്കാതിരിക്കുമോ? 2 ദിനവൃത്താന്തം 6-ാം അധ്യായം സോളമൻ്റെ പ്രാർത്ഥന അവിടെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനയിലൂടെ ദൈവം ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും അവിടെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കുറച്ച് വചനഭാഗങ്ങളിലൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അതിൻ്റെ ഫലം വിസ്മയകരമായിരിക്കും. ദൈവത്തെ വിളിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, നടന്ന സംഭവങ്ങൾ ഏതാനും വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തനം 55 16-ാമത്തെ വചനം, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. സങ്കീർത്തകന് ബോധ്യമുണ്ടായിരുന്നു, ഞാൻ വിളിച്ചാൽ കർത്താവ് എന്നെ രക്ഷിച്ചിരിക്കും. 2 ദിനവൃത്താന്തം 7:14 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ ജനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. ദൈവജനത്തെ അത് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ദൈവത്തോട് അപേക്ഷിക്കുന്നതുമായ സോളമനെ നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ജനം, നിൻ്റെ നാമം പേറുന്ന ജനം, അവർ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, പാപത്തിൽ നിന്ന് പിന്തിരിയുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ
നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം കേൾക്കും. ഈ ആലയത്തിലേക്ക് ദൈവം ചെവി ചായിച്ച് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. എസ്തേറും യഹൂദരും ഒരുപോലെ പ്രാർത്ഥിച്ചു. അവിടെ വലിയൊരു അത്ഭുതം നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ ഒരു കൂട്ട ഉപവാസം, അവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യൂദിത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഹോളോഫർണസ് നിലം പൊത്തിയതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യൂദിത്ത് 9-ാം അധ്യായം വായിക്കുമ്പോൾ. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം ആദിമ ക്രൈസ്തവ സമൂഹം ഏക മനസ്സോടെ ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിച്ചു. ജയിലിൽ കിടന്ന പത്രോസിനെ കർത്താവ് ദൈവദൂതനെ അയച്ച് ദൈവദൂതൻ ചെന്ന് അവനെ പുറത്തിറക്കുന്ന രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18:31 യഹോഷാഫാത്ത് ദൈവത്തോട് നിലവിളിച്ചു. മരണവാക്കിലെത്തി നിന്ന് അവനെ ദൈവം സംരക്ഷിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 21 നമ്മൾ കാണുന്നത് ഹാഗാർ നിലവിളിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ്റെ സ്വരം അവൾ കേട്ടു. അവളെ രക്ഷിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. ദാനിയേൽ 13-ാം അധ്യായം അതിൽ 35, 42, 44 ഈ വചനങ്ങളെല്ലാം സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ച് ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന രംഗങ്ങളാണ്. ദൈവം അവളെ അത്ഭുതകരമായി രക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക. 2 മക്കബായർ 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ മക്കബേയുസ് ശരീരത്ത് പൂഴി വാരിയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവനും അവൻ്റെ അനുയായികളും ദൈവം അത്ഭുതകരമായി അവനെ രക്ഷിക്കുന്നത് കാണാൻ പറ്റും. 13-ാം അധ്യായം അന്ത്യോക്കസിനെതിരെ അവർ ഇതുപോലെ പ്രാർത്ഥിച്ചു. 3 ദിവസം വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന രംഗം കാണാൻ സാധിക്കും. ദൈവം അവരെ സഹായിച്ചു. 15:21 മുതൽ വായിക്കുമ്പോൾ 2 മക്കബായർ 15:21 മുതൽ ഇവിടെ എല്ലാം നമ്മൾ കാണുക, അവർ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി അവരെ രക്ഷിച്ചു. ഇതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു ബോധ്യത്തോടു കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനും നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറാം. മൂഢതയിൽ കഴിയുന്നവർക്ക് ദൈവിക ജ്ഞാനം കിട്ടാൻ പ്രത്യേകമായി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരുമ്പോൾ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.